സ്വാഗതം. രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും ഒരു ചോക്ലേറ്റ് കുമാരനായി ചിത്രീകരിക്കുന്നവരുടെ എല്ലാ മുൻ ധാരണകളും തകർക്കുന്നതായിരുന്നു കൊച്ചിയിലെത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗവും ഒരു സൈനിക തലവന്റേതെന്ന പോലെയുള്ള അദ്ദേഹത്തിന്റെ ശരീരഭാഷയും. മുതിർന്ന നേതാക്കളോട് അദ്ദേഹം ഇടപഴകുമ്പോഴൊക്കെ ഒരേ സമയം സൗഹാർദ്ദവും ആജ്ഞാശേഷിയും തുടിക്കുന്ന പെരുമാറ്റം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. വായിൽ തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നോനാണെന്നും ജേതാവ്. വോട്ടേറിയാൽ സീറ്റേറിയാൽ സ്വന്തം കാര്യം സിന്ദാബാദ്. പ്രസംഗ പരിഭാഷ ഒരു ഹാസ്യ കലാരൂപമായി മുമ്പും പല ദേശീയ നേതാക്കളുടെയും സന്ദർശനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെട്ടതാണ്. എന്തായാലും തോമസ് ഐസക്കിനോട് സംവാദം നടത്തി മലർത്തിയടിക്കുന്ന അത്ര സിമ്പിൾ അല്ല പ്രസംഗ പരിഭാഷ കല എന്ന് വി ഡി സതീഷിനും ബോധ്യമായി. മൈക്ക് സതീഷിനും പടികൊടുത്തു. Mr. Panchayat President, Mrs. Panchayat President, other VIPs, welcome you to all. That Mr. Amit Shah and Mr. Narendra Modi are not letting them work. കേൾക്കുന്നില്ല. എടാ പണിക്കിറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ, നിന്നൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും താർത്തേനെ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? സംവരണം ഒരു മോശം കാര്യമാണെന്ന അഭിപ്രായം ഇപ്പോൾ ആർക്കുമില്ല. സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ സംവരണം ആവാം. പക്ഷേ ദളിത് മുസ്ലിം പ്രാതിനിധ്യത്തെ കുറിച്ച് ചോദിച്ചാലേ എല്ലാവരുടെയും നെറ്റിച്ചുളിയൂ. We want to see women in positions of leadership. സ്ത്രീലഹി നമ്മൾ ആഗ്രഹിക്കുന്നു വനിതകൾ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് വരണമെന്ന്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് വഞ്ചിച്ചിടത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. മരണപ്പെട്ട MI ഷാനവാസിന്റെ വീടും ലളിത ജീവിതവും കണ്ട രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ നേതാക്കളുടെ ലാളിത്യത്തിനെ കുറിച്ച് വലിയ മതിപ്പാണ് തോന്നിയത്. വേറെ നേതാക്കളുടെ വീടൊന്നും അദ്ദേഹം സന്ദർശിക്കാഞ്ഞത് നന്നായി. It's always nice to come to Kerala and see our leaders' houses are humble and small, unlike. ഓരോ വീട് നന്നായ മതി, നാട് താനേ നന്നായിക്കോളും. അതാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ വീട് നന്നാക്കാനുള്ള തത്രപ്പാടിലല്ലേ? വളരെ ശരിയാ. ഹിന്ദുത്വ ഫാസിസം ഇങ്ങനെ പണം വിടർത്തി ആടുമ്പോൾ മുസ്ലിം വോട്ട് കിട്ടാൻ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ആ ഗതികെട്ടവന്മാർ വേറെ ആർക്ക് വോട്ട് ചെയ്യാൻ? അതുകൊണ്ട് BJPക്ക് പോവാൻ സാധ്യതയുള്ള മുന്നോക്ക ഹിന്ദു വോട്ടുകളെ ആകർഷിക്കാനുള്ള മൃദു ഹിന്ദുത്വ അജണ്ടകളുമായി തന്നെ കോൺഗ്രസിന് മുന്നോട്ട് പോവാം. ഹിമവൽ സ്വാമി ശരണം, ഹേമാംഗ സുന്ദര ശരണം. ഹിമവൽ സ്വാമി ശരണം, ഹേമാംഗ സുന്ദര ശരണം. ശനിദശയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.